ഒറിജിനൽ മന്തിയുടെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചോപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് തരുമ്പോൾ 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കാളി അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സുർക്കയും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കൈവച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മന്തി മസാലയില്ലേ അതിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ല പോലെ കൈവച്ചിട്ട് കുഴച്ചിട്ട് നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ചെമ്പിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മളിതിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. പക്ഷേ അതിന് മുന്നേ തന്നെ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ കോരി മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് കുറച്ച് 2 സ്പൂണെങ്കിലും നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ്. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മന്തി മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിലും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. റൈസ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ഇട്ടിട്ട് വേവിച്ചെടുത്താണ്. പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങയില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ വേവിച്ചെടുത്തതാണ്. പിന്നെ നമ്മുടെ വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിലും ബാക്കിയുള്ള ഓയിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ പച്ചമുളകൊന്ന് കുത്തിയിട്ട് കൊടുക്കാം. പിന്നെ കനൽ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇതാ നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തി ഇങ്ങനെയും ഉണ്ടാക്കാം എന്നതാണിത്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ.